പുനരുദ്ധാരണ പാക്കേജ് അനുവദിച്ച് ഫാക്ടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ 100 മണിക്കൂർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. LNGക്ക് അധിക വില നൽകിയത് മൂലം ഫാക്ടിനുണ്ടായ നഷ്ടം 140 കോടി രൂപയടക്കം ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഫാക്ട് വീണ്ടും സമരഭൂമിയാകുന്നത് 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. കടക്കണിയിലകപ്പെട്ട ഫാക്ടറി രക്ഷിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ 100 മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. 2013 ഡിസംബർ 20 പൊതുമേഖലാ പുനരുദ്ധാരണ സമിതി ഫാക്ടിന് 991 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജ് അനുവദിച്ചിരുന്നെങ്കിലും UPA സർക്കാരോ ഇപ്പോഴുള്ള NDA സർക്കാരോ ഈ പാക്കേജ് നടപ്പിലാക്കിയില്ല. ഇതോടെയാണ് 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫാക്ട് ഒരു സമരഭൂമിയായി മാറുന്നത്. പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി അളമരങ്കരിയും പറഞ്ഞു. ഗവൺമെന്റ് അതിശക്തമായിട്ട് ഇടപെടണം. ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയെ കണ്ട് ഈ ഫിനാൻഷ്യൽ പാക്കേജിന് അംഗീകാരം കൊടുക്കാനും അടച്ചുപൂട്ടിക്കിടക്കുന്ന അമോണിയ പ്ലാന്റും കാപ്രോലാക്ടം പ്ലാന്റും അടിയന്തരമായി തുറന്ന് പ്രവർത്തിപ്പിക്കാനും ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കേരള ഗവൺമെന്റ് സ്വീകരിക്കണം. LNGക്ക് അധിക വില നൽകിയത് മൂലം ഫാക്ടറിനുണ്ടായ നഷ്ടമായ 140 കോടി രൂപ അനുവദിക്കുക, 860 കോടി രൂപ വരെ വായ്പകൾക്ക് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികളുടെ 100 മണിക്കൂർ സത്യാഗ്രഹ സമരം. റിപ്പോർട്ടർ, കൊച്ചി.